നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 168ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരാൾക്ക് അയാളുടെ വിധി മാറ്റാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ്. വിധി, അതായത് നമ്മുടെ ഡെസ്റ്റിനി എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ഡെസ്റ്റിനി ക്യാൻ വൺ ചേഞ്ച് ഇറ്റ്, അതാണ് എൻ്റെ ടൈറ്റിൽ. ഡെസ്റ്റിനി ക്യാൻ വൺ ചേഞ്ച് ഇറ്റ്. നമുക്ക് നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി പരിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. പരിശുദ്ധ ബൈബിൾ പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ സദാചാര നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ്. ചില നിർദ്ദേശങ്ങൾ ബൈബിൾ തരുന്നത് താഴെ പറയുന്നവയാണ്. ഏത് ഭയങ്ങളെയും നേരിടുക, നമ്മുടെ ജീവിതം നന്നായി പ്ലാൻ ചെയ്യുക, തെറ്റുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ ലക്ഷ്യം മാറ്റി നോക്കുക. മാത്രമല്ല, നമ്മളുടെ തിരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഉത്തരവാദിത്വം, എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവസമക്ഷം സമർപ്പിക്കണം. ബാക്കിയെല്ലാം ചെയ്യുന്നത് ദൈവമായിരിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പേടിയൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ബൈബിളും പറഞ്ഞിരിക്കുന്നത്. ഇനി പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സർവശക്തനായ അല്ലാഹു എല്ലാ കാര്യങ്ങളും നമ്മെപ്പറ്റിയുള്ളത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വിധി മാറ്റാനുള്ള സ്വതന്ത്രമായ മനസ്സ് അല്ലാഹു നമുക്ക് നമുക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടെയാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിലും അതിൽ വ്യക്തികൾക്ക് അവരുടെ തീരുമാനങ്ങൾ കൊണ്ട് മാറ്റം വരുത്താമെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന പോലെ പറയുക. അല്ലാഹു എന്നെ സഹായിക്കൂ, ഞാൻ പരിപൂർണനല്ല, അങ്ങ് പരിപൂർണനാണല്ലോ, അതുകൊണ്ട് അങ്ങ് എന്നെ സഹായിക്കൂ, എനിക്ക് അങ്ങയുടെ സഹായം വേണം. മാത്രമല്ല, അല്ലാഹുവിനറിയാം നമ്മൾ ഏത് തിരഞ്ഞെടുക്കുകയെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതുമാത്രമാണ് നമുക്ക് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പരിഹാരം. ദൈവം ഒരിക്കലും നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കുകയില്ലെന്നും പറയുന്നുണ്ട്. ദൈവം ഒരിക്കലും നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കുകയില്ല. കാരണം നമുക്ക് എന്ത് തീരുമാനം എടുക്കാനും നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി വിധിയെപ്പറ്റി ഹിന്ദു പുരാണങ്ങൾ എന്താ പറയുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ വിധിയെ മാറ്റാമെന്ന് തന്നെയാണ് ഹിന്ദു പുരാണങ്ങളും പറയുന്നത്. ഇനിയും സൂര്യദേവൻ്റെ പൂജ കൊണ്ട് നമ്മുടെ തെറ്റായ കർമ്മങ്ങളെ മാറ്റാൻ സാധിക്കുമെന്ന് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതായത് സൂര്യഗായത്രി ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് രാവിലെ കുളിച്ചിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നും ആയാലും മതി, സൂര്യഗായത്രി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങളെല്ലാം സൂര്യദേവൻ നശിപ്പിക്കുകയും ചെയ്യും. നമുക്ക് പുതിയതായിട്ട് നല്ല രീതിയിലുള്ള ജീവിതം തരികയും ചെയ്യുമെന്ന് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മരിക്കാനുള്ള 18 കൂടുതൽ അവസരങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ഒരാൾക്ക് മരിക്കാനുള്ള സാധ്യതകൾ 10-18 കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും അവസാനത്തെ അവസരത്തിൽ മരിക്കാവൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതും ദൈവം കേൾക്കുമെന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഒരു കർമ്മത്തിന് 3 തരം ഫലങ്ങളുണ്ടെന്നാണ്. ഒരു കർമ്മം ചെയ്യുന്നതിന് 3 തരം ഫലങ്ങളാണ്. ഒന്നാമത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടുക, അതൊന്ന്. രണ്ടാമത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതിരിക്കുക, അത് രണ്ടാമത്തത്. മൂന്നാമത്തത് നമുക്ക് ഗുണവും ദോഷവുമില്ലാത്ത അവസ്ഥ. അങ്ങനെ 3 രീതിയിലാണ് ഒരു കർമ്മത്തിൻ്റെ ഫലമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ബുദ്ധമതത്തിൽ ശ്രീബുദ്ധൻ എന്താ പറയുന്നതെന്ന് നോക്കാം. മനുഷ്യർക്ക് അവരുടെ ഭാവികാലം വാർത്തെടുക്കാൻ നമ്മുടെ വർത്തമാന കാലത്തിലെടുക്കുന്ന പ്രവൃത്തികൾക്കും ഉദ്ദേശങ്ങൾക്കും സാധിക്കുമെന്നാണ് ബുദ്ധമതം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നെന്ത് തീരുമാനം എടുക്കുന്നു അതായിരിക്കും നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുന്നതെന്നാണ് ബുദ്ധമതത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇനി ജ്യോതിഷത്തിൽ എന്ത് പറയുന്നതെന്ന് നോക്കാം. ജ്യോതിഷത്തിൽ പറയുന്നത് നമുക്ക് ആത്മധൈര്യവും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം. എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ച് വേണം ചെയ്യാൻ. ഓം നമഃശിവായ എന്ന മന്ത്രം 108 തവണ ചൊല്ലുന്നതും സത്യം മയോദിതം എന്ന മന്ത്രം 108 തവണ ചൊല്ലുകയും ചെയ്താൽ എല്ലാ സംസാര ദുഃഖങ്ങളും മാറുമെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്.
പിന്നെ ഏതായാലും എല്ലാത്തരം സൽക്കർമ്മങ്ങൾക്കും നമ്മളെ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് എല്ലാ മതങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാ പിന്നെ മതങ്ങളായാലും എല്ലാ തത്വശാസ്ത്രങ്ങളായാലും എല്ലാ ശാസ്ത്രങ്ങളായാലും പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഭാവിയെ മറിക്കാൻ സാധിക്കും. കാരണം നമുക്കാണ് അതിനുള്ള ദൈവം തന്നിരിക്കുന്ന ആ വിവേക ബുദ്ധിയുണ്ട്. ആ വിവേക ബുദ്ധി നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്കതിനുള്ള എല്ലാ പ്രയോജനവും ദൈവം തരും. പിന്നെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് വേണം ഏതും ചെയ്യാൻ. അതായത് നമ്മൾ അഹങ്കാരികളായിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എല്ലാം ദൈവസമർപ്പണം പോലെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ജീവിച്ചാൽ നമുക്കൊരിക്കലും പിന്നെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ പിന്നെ തെറ്റായ ഒരു വിധി നമുക്ക് വരത്തില്ല. നമുക്ക് എപ്പോഴും നല്ല രീതിയിലുള്ള ജീവിതവും അവസാനം മോക്ഷവും കിട്ടുമെന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. നന്ദി, നമസ്കാരം.